ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളെ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് പുഴുങ്കുണ്ടിയാണ്. നമ്മൾ അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അത് തന്നെ സാധനം. പണ്ടത്തെ ആൾക്കാരൊക്കെ കൂടുതലൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന സാധനം. അത് അല്ലാതെ വലിയക്കാട്ട വെറൈറ്റി ഐറ്റമൊന്നും അല്ല ഉണ്ടാക്കുന്നത്, സാധാ ഒരു പുഴുങ്കുണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടെ കാണിച്ചേക്കാം. അപ്പോൾ ഞാൻ അതിന് പഞ്ചസാരയൊക്കെ ഓൾറെഡി പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയും ചേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള തേങ്ങയ്ക്കെല്ലാം ചേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട വെള്ളം നല്ല തിളച്ച വെള്ളം ഓടുന്നുണ്ട്, നല്ല ചൂടാണ്. ആ വെള്ളം പൊടിയിലോട്ടൊക്കെ ഒഴിച്ച് അതിനകത്തോട്ട് തന്നെ ആ പഞ്ചസാരയും പിന്നെ ആ തേങ്ങ ചേണ്ടി വെച്ചാൽ അതും കൂടെ ഇട്ടു കേട്ടോ. ഞാനൊരു 10-15 ഉണ്ട അതിനുള്ള പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ഒരു മുറിക്ക് അടുത്ത്, ഒരു മുറി ഫുള്ളായിട്ടൊന്നും ചേണ്ടിയില്ല തേങ്ങ. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പൊടിച്ച് വെച്ചാൽ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടു. പിന്നെ വെള്ളം ഞാൻ കുറവുണ്ടെന്നാണെങ്കിൽ കുറച്ച് ഒഴിച്ചും കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം ആദ്യം നല്ല ചൂടായതുകൊണ്ട് ഞാൻ നല്ല സ്പൂൺ കൊണ്ടായിരുന്നു മിക്സ് ചെയ്തത്, അത് നല്ലോണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോഴേക്കും കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കുഴച്ചെടുത്തു. നമുക്ക് കൈ കൊണ്ട് കുഴക്കുന്നതിനുള്ള ഒരു സുഖം. കൈ കൊണ്ട് നല്ലോണം കുഴച്ച് പിന്നെ ഉണ്ടയാക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ലൊരു ഉണ്ട കറക്റ്റ് ഒരു ഉണ്ടയുടെ ഷേപ്പിൽ തന്നെ ഒന്നും കിട്ടുന്നില്ല. അങ്ങോട്ടൊക്കെ ചളിങ്ങിയും പിളിങ്ങിയൊക്കെ ഉള്ള പോലത്തെ ഒരു ഉണ്ടയായിരുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതും വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് അവൻ ഇതിൽ തൊടണം എന്നൊക്കെ പറഞ്ഞിട്ട് തൊടാനും പിടിക്കാനൊക്കെ നിന്ന്. പിന്നെ അവസാനം ഞാൻ അതിലൊന്നും തൊടിപ്പിച്ചില്ല. പിന്നെ ഞാൻ അവസാനം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. വീട്ടിൽ തന്നെ വാഴലുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഒരു കഷ്ണം വാഴലൊക്കെ വെട്ടിയെടുത്തിട്ട് ഇടിപ്പാതിലൊക്കെ വെച്ചങ്ങാണ്ട് ആവിയേറ്റൊക്കെ എടുത്തിട്ടോ. നല്ല ആവി പറക്കണ ഉണ്ട് അങ്ങനെ റെഡിയായി. പിന്നെ അത് കഴിക്കാൻ ഇച്ചിരി ധൃതി ഉണ്ടായിരുന്നതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. കഴിക്കുന്ന ധൃതിയിൽ മറന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.